അനുദിന വചനവും വിചിന്തനവും. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 16 വരെയും 21 മുതൽ 22 വരെയുമുള്ള തിരുവചനങ്ങൾ. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന യോഹന്നാനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സുവിശേഷ വിചിന്തനം. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം നൽകിയ യോഹന്നാനിൽ നിന്നും കർത്താവ് ജലം കൊണ്ടുള്ള സ്നാനം സ്വീകരിച്ചതിൻ്റെ സ്മരണ ആഘോഷമാണ് ഇന്ന്. സ്നാന സ്വീകരണ വേളയിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. 1. സ്വർഗം തുറക്കപ്പെടുന്നു. 2. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നു. 3. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്നും ഉണ്ടാകുന്നു. ഇവ 3ഉം കാണാനും കേൾക്കാനും ഭാഗ്യമുണ്ടായത് അനുതാപത്തിൻ്റെ സ്നാനം സ്വീകരിക്കാൻ യോഹന്നാൻ്റെ അടുത്തേക്ക് വന്ന ജനത്തിനാണ്. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമിനെക്കുറിച്ചുള്ള പ്രവചനമാണ് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ശ്രവിച്ചത്. ജെറുസലേം യേശുവിൻ്റെ പ്രതീകമാണ്. യേശുവിൻ്റെ സ്നാനവേളയിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങളും സദ്വാർത്തകളാണ്. അനുതാപത്തിലേക്ക് കടന്നു വന്ന ജനതയ്ക്ക് മാത്രമാണ് നവ ജെറുസലേമാകുന്ന യേശുവിലൂടെയുള്ള സദ്വാർത്ത കാണാനും ശ്രവിക്കാനും സാധിച്ചത്. സഭ പരികർമ്മം ചെയ്യുന്ന ജ്ഞാനസ്നാനം ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ളതാണ്. ഈ സ്നാനം ഒരു സദ്വാർത്തയാണ്. അനുതാപത്തിൻ്റെ അരൂപി കൂടാതെ സഭയിലൂടെയുള്ള ഈ സദ്വാർത്ത തിരിച്ചറിയാനാകില്ല. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ കാണുന്നത് പോലെ യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന നമ്മൾ നിത്യജീവൻ്റെ അവകാശികളാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സദ്വാർത്തയായി തീരണം.